ബാധിച്ചതാണ്. 7ാം ക്ലാസ്സിലാണ് എൻ്റെ ജന്മം. കുഞ്ഞുനാളത്തൊക്കെ വിവിധ ആശുപത്രികളാണ് എൻ്റെ ഓർമ്മകൾ. ഇരുന്നാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയായിരുന്നു. എൻ്റെ കൈകളും കാലുകളും കൃത്യമായി ചലിപ്പിക്കാൻ എനിക്കാവുമായിരുന്നു. സ്വയമായി ഭക്ഷണം കഴിക്കുവാനോ എഴുതുവാനോ വായിക്കുവാനോ എനിക്കാവുമായിരുന്നു. ടീച്ചർ മാത്രമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ പാരൻസും അധ്യാപകരും കൂട്ടുകാരും നടത്തിയ വലിയ ശ്രമങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. ഞാൻ നടത്തിയ കുട്ടികളുടെയും പോരാട്ടത്തിൻ്റെയും കഥകൾ നിങ്ങൾ അറിയണം. എന്നെ പോലുള്ള ദേശപ്പെടുകയും സിന്ധിബാധിതരായ കുട്ടികൾ മഹാദുരിതത്തിൽ ഇവിടെ ദ്രവിയെടുക്കുന്നു. പോലുള്ള ദേശപ്പെടുകയും സിന്ധിബാധിതരായ കുട്ടികളുടെ ഇടയിലേക്ക് എനിക്ക് നഷ്ടമായ വർഷങ്ങളും ഞാൻ സഹിച്ച വേദനയും എൻ്റെ അടുത്ത തലമുറയ്ക്ക് സാധ്യതകൾ ഒരുപാടുണ്ടായിട്ടും അവഗണിക്കപ്പെട്ടവരാണ് ഞങ്ങൾ കിട്ടുന്ന കാലാതീതപ്പെട്ട ചികിത്സകളുടെ മുന്തിയ ചികിത്സ ഞങ്ങൾക്ക് കിട്ടണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് ഞങ്ങളുടെ ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗം വളരെ ഗുരുതരമായി ബാധിച്ച അമലിന്റെ അവസ്ഥ 10 വർഷം വരെ ഇങ്ങനെയില്ലാതെ പിന്നീട് മാറ്റങ്ങളുടെ ഒരു പെരുമരങ്ങളിലേക്കായി. നമ്മൾ അമലിനെയും അവന്റെ വളർച്ചയെയും കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. വളർന്നു തിരിഞ്ഞ് ദുർബലമായി കിടന്നിരുന്ന ഈ കൈകളിൽ എങ്ങനെയാണ് ഇത്രയും പേശികൾ വളർന്നു? കൈകാലുകൾ കിടന്നു ചുരുളുകൂടി കിടന്നിരുന്ന അമൽ ഇത്രയെങ്കിലും നിവർന്നത് എങ്ങനെയാണ്? പുളിക്കൽ AMM സ്കൂളിൽ എന്ന പൊതുവിദ്യാലയത്തിൽ പഠിച്ച അമൽ 1ാം ക്ലാസ് തൊട്ട് പങ്കെടുത്ത സബ്ജില്ലാതല ക്വിസ് മത്സരങ്ങളിലും ചിലപ്പോഴെല്ലാം ജില്ലാതലത്തിലും വിജയിക്കാനാകും. ലോകപ്രസിദ്ധമായ കുളുവിലെ വ്യാസ് നദിയെ സഫാരിക്കൊപ്പം തേജസ്വിനി പുഴയും റിവർ റാഫ്റ്റിംഗ് എന്ന